മാനിഫെസ്റ്റേഷൻ എന്നത് പേഴ്സണൽ ഡെവലപ്മെന്റ് മേഖലയിൽ വളരെ പോപ്പുലർ ആയ ഒരു വാക്കാണ്. ഈ ഒരു മേഖലയിൽ വളരെ പേര് കേട്ട ഒരു വ്യക്തിത്വമാണ് റേഗൻ ഹില്ലിയർ. ഈ വ്യക്തിയുടെ ടെക്നിക്സ് ആയിരങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ഒരു എപ്പിസോഡിൽ റേഗന്റെ മാനിഫെസ്റ്റേഷൻ ആർട്ടാണ് ചർച്ചാ വിഷയം. എന്തുകൊണ്ടാണ് ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യാത്തത് എന്നതിന് റീഗൻ ഹില്ലിയറിന് ഒരു കൃത്യമായ ഉത്തരമുണ്ട്. അതിന് കാരണമായി റീഗൻ പറയുന്നത് അവരതിനെ പിന്നിലോട്ടാണ് ചെയ്യുന്നതെന്നാണ്. ദേ ഹാവ് ഇറ്റ് ഓൾ ബാക്ക്വേർഡ്സ്. അവർ ചിന്തിക്കുന്നത് റിസൾട്ട് കിട്ടിയ ശേഷം മാറാമെന്നാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ എനിക്ക് സ്നേഹം അനുഭവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പണം എനിക്ക് നേടാൻ സാധിച്ചാൽ ഞാൻ റിച്ച് ആണെന്ന് എനിക്ക് തോന്നും. എനിക്കൊരു അമേസിംഗ് ആയ ബോഡി ഉണ്ടാകുമ്പോൾ ഞാൻ ഫിറ്റും ആരോഗ്യവാനുമാണെന്ന് ഞാൻ കരുതും എന്നൊക്കെ. അതൊരു വലിയ തെറ്റാണ്, മിസ്റ്റേക്ക് ആണെന്ന് റീഗൻ പറയുന്നു. നമ്മളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും ബി, ഡു, ഹാവ്. അതാണ് ശരിയായ ക്രമം, ഓർഡർ. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടണമെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്പർ 1 തിങ് എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ പ്രാപ്തമായ ഒരു വ്യക്തിയായി മാറുക എന്നതാണ്. ബിക്കം ദ പേഴ്സൺ യു നീഡ് ടു ബിക്കം ഇൻ ഓർഡർ ടു റിസീവ് വാട്ട് യു ഡിസയർ. അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ ആ ഒരു വ്യക്തിയായി മാറുക. അതുപോലെ ആക്ട് ചെയ്യുക, അതുപോലെ ജീവിക്കുക, ചിന്തിക്കുക, അതിനെ ശ്വസിക്കുക, അത് നിങ്ങളിലൂടെ ഒഴുകാൻ അനുവദിക്കുക. അതുള്ള ഒരു വ്യക്തിയായി മാറുക. പുറമേ കാണുന്ന ഏതൊരു കാര്യവും ഉള്ളിൽ നിന്നും ജനിച്ചതാണ്, നല്ലതോ ചീത്തയോ ഏതു തന്നെയായാലും. അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റുക, ദിവസവും അതിനെ ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ്. നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യത്തെക്കുറിച്ച് റീഗൻ പറയുന്നുണ്ട്. റീഗന്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് മാനുഫാക്ചേർഡ് മാനിഫെസ്റ്റേഷൻ ആണ്. ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അത് നേടിയെടുക്കാനായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കുക, ഞാൻ എന്തു ചെയ്യണം അത് പോസിബിൾ ആക്കാനെന്ന് കണ്ടെത്തുക. അങ്ങനെ ജീവിതകാലം മൊത്തം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ ഒരു ജോലി കിട്ടണം, എനിക്ക് ഇങ്ങനെയൊരു ബോഡി വേണം എന്നിങ്ങനെ പലതും. അതെങ്ങനെ സാധ്യമാകുമെന്ന് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ നമ്മളല്ല ഒന്നും പോസിബിൾ ആക്കുന്നത്, നമ്മളല്ല കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യണം, നമ്മെ തന്നെ സറണ്ടർ ചെയ്യണം, ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വാസം അർപ്പിക്കണം, ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ പൂർണ്ണമായും വഴി നടത്തപ്പെടുന്നു, സപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്ന് വിശ്വസിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ശക്തമായ ഒരു പ്രേരണയുണ്ടെങ്കിൽ, തീവ്രമായ ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതെങ്ങനെ നേടിയെടുക്കും, ഹൗ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നത് നമ്മുടെ പ്രശ്നമാകരുത്. പകരം വഴി മാറിക്കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ തന്നെ ഓപ്പൺ അപ്പ് ചെയ്ത് തുറവിയോടെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിലൂടെ ദൈവം യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മെ തന്നെ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിനർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും എന്ന് വിശ്വസിച്ച് വെറുതെ ഇരിക്കാനല്ല, മറിച്ച് നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, പങ്കാളിയാകേണ്ടത് വളരെ പ്രധാനമാണ്. പക്ഷേ നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, കൺട്രോൾ ചെയ്തുകൊണ്ടല്ല. നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീരുമാനിക്കും ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടക്കേണ്ടതെന്ന്. ആ വ്യക്തി ഇങ്ങനെ പറയണം, ഇങ്ങനെയാണ് എനിക്കതിലേക്ക് എത്താൻ സാധിക്കുക എന്നിങ്ങനെ പലതും. അങ്ങനെ നമ്മൾ പല പോസിബിലിറ്റീസിനെയും അടച്ചു കളയുന്നു. കാരണം മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കാതെ വരുന്നു. കാരണം നമ്മൾ സ്വയം ഉണ്ടാക്കിയ ഒരു പ്ലാൻ ഉണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ. അതിനു പകരം ദൈവത്തോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, പങ്കാളിയാകേണ്ടത് എന്ന്. ആ ഒരു കാര്യം യാഥാർത്ഥ്യമാകുന്നതിന്, ഭൂമിയിൽ വരുന്നതിന് ഞാൻ പാത്രമാകുന്നത് എങ്ങനെയാണ് സേവനത്തിലേക്ക് എനിക്ക് വരാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് എനിക്ക് വഴിമാറി കൊടുക്കാൻ സാധിക്കുന്നത്, എന്റെ ലിമിറ്റഡ് ബിലീഫ്സിനെയും നെഗറ്റിവിറ്റിയെയും അതുപോലെ പേടികളെയും മറികടന്നുകൊണ്ട് എന്ന് ദൈവത്തോട് ചോദിക്കാം. യെസ് പറയുക, മുൻപിൽ വരുന്ന കാര്യങ്ങൾക്ക് ഓപ്പൺ ആകുക, അവൈലബിൾ ആകുക, വഴി കാണിച്ചു തരണമേ എന്ന് യാചിക്കാം. ഈ മാനിഫെസ്റ്റേഷന്റെ പങ്കാളിയാകാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ്, പല സമയങ്ങളിലായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്.
അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പ്രത്യേക പ്രേരണ, ആഗ്രഹം നിങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല എന്ന് റീഗൻ പറയുന്നു. നമ്മൾ മൾട്ടി ഫേസിറ്റഡ് ആണ്, ബഹുമുഖമുള്ളവരാണ്. നമുക്കതിലേക്ക് ടാപ്പിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വയം പറയാം, ഐ ചൂസ് ടു സറണ്ടർ. ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂവണിയാൻ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ പൂർണ്ണമായ തുറവിയോടെ നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മിലൂടെ അവ യാഥാർത്ഥ്യമാകാൻ വേണ്ടി. റീഗൻ പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തോട് ഒരു എനർജറ്റിക് മാച്ച് നമുക്കില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നേടാൻ സാധിക്കുകയില്ല എന്നാണ്. ഒരു കാര്യം യാഥാർത്ഥ്യമാകാനായി അതേ ഫ്രീക്വൻസിയിൽ നമ്മളും ചലിക്കേണ്ടതുണ്ട്. ഇതിനായി റീഗൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 1-2 മണിക്കൂർ കൂടുമ്പോൾ അടിക്കുന്ന ഒരു അലാം സെറ്റ് ചെയ്യുക. ഓരോ തവണ അലാം അടിക്കുമ്പോഴും കണ്ണുകൾ അടച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിക്കഴിഞ്ഞുവെന്ന ഫീലിംഗ് കൊണ്ടുവന്ന് ദൈവത്തോട് നന്ദി പറയാം. അത് അനുഭവിക്കാൻ ശ്രമിക്കാം. നമ്മുടെ വിശ്വാസം ഇവിടെ പ്രധാനമാണ്. ഇത് സാധ്യമല്ല, എനിക്ക് ഇതിനുള്ള യോഗ്യതയില്ല എന്നെല്ലാമാണ് എന്റെ അടിസ്ഥാന വിശ്വാസമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് കരുതരുത്. കാരണം നമ്മുടെ വിശ്വാസങ്ങൾ ചിന്തകളിലേക്ക് നയിക്കുന്നു. അവയ്ക്കും ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസി നമ്മൾ ചെയ്ത മറ്റു പല പോസിറ്റീവായ കാര്യങ്ങളെയും കൗണ്ടർ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാതെ വരുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാവുക, അവെയർ ആവുക. അവ യോജിച്ചതല്ലെങ്കിൽ അവയിൽ മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഞാനത് വിശ്വസിക്കുന്നുവെന്ന് നിരന്തരം പറയുക, ദിവസവും പറയുക. അത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നതുവരെ. മാനിഫെസ്റ്റേഷനായി ഏറ്റവും സിമ്പിളായ വഴിയെന്ന് റീഗൻ പറയുന്നത് ജേർണലിംഗ് ആണ്. ആദ്യമായി ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെങ്കിൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഞാൻ എന്ത് കാര്യങ്ങളായിരിക്കും അപ്പോൾ ചെയ്യുക, അവ വർത്തമാനകാലത്തിൽ എഴുതുക. രണ്ടാമത്തെ ഭാഗത്ത് അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് എഴുതാം. അങ്ങനെ നമ്മൾ നമ്മുടെ നെഗറ്റീവ് ബിലീഫ്സിനെ കുറിച്ചും നെഗറ്റീവ് സെൽഫ് ടോക്സിനെ കുറിച്ചും കൂടുതൽ അവബോധമുള്ളവരായി മാറും. അങ്ങനെ പിന്നീട് ഇങ്ങനെയുള്ള നെഗറ്റീവ് സെൽഫ് ബിലീഫ്സും സെൽഫ് ടോക്സും ഉണ്ടാകുമ്പോൾ അവയെ പെട്ടെന്ന് മനസ്സിലാക്കുവാനും മാറ്റുവാനും നമുക്ക് സാധിക്കും. അവസാനമായി എന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാകുന്നത് സ്പീഡപ്പ് ചെയ്യുവാനായി ഞാൻ എന്ത് ചെയ്യണം എന്ന് ദൈവത്തോട് ചോദിക്കാം. നമുക്ക് സാധ്യമായ പോസിബിൾ ആയ കാര്യങ്ങൾ ചെയ്യാം. കാരണം സത്യത്തിൽ അതൊരു കോ ക്രിയേഷൻ ആണ്, ദൈവവും നിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട്.